ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ സച്ചി ഇപ്പൊ പോകുന്നില്ലല്ലോ, ഊണ് കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? ആ അതെ അതെ, ഇവിടെ വന്നിട്ട് പിന്നെ ഊണ് കഴിക്കാതെ പോവാനോ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും കൂട്ടിയാ കൂടില്ല. സമയം ഇത്രയായില്ലേ? ആ അതെ, ഞാനിന്ന് ഇവിടുന്ന് പോകുന്ന കാര്യം തന്നെ ആലോചിച്ചിട്ടില്ല. തന്റെ കാര്യം നോക്കാനേ ഞാനും കൂടി ഇവിടെ നിന്നാലോ എന്നാ എന്റെ ഒരു ചിന്ത. അയ്യടാ, അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും മോന്റെ തലയിൽ വേണ്ട കേട്ടോ. ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോ ഭർത്താവ് കൂടെ വന്ന് താമസിക്കുന്നതേ അത്ര നല്ല ശീലമൊന്നുമല്ല. പണ്ടത്തെ കാലത്തെങ്ങാനും ആയിരുന്നെങ്കിലേ ഈ മുറിയിൽ ഇപ്പൊ ഇങ്ങനെ കേറാൻ പോലും മുത്തശ്ശിമാരും അനുവദിക്കില്ലായിരുന്നു. 56 ദിവസം കഴിഞ്ഞേ ഭാര്യ ഒന്ന് സമാധാനമായിട്ട് കാണാൻ പോലും അനുവദിക്കാറുള്ളൂ. അങ്ങനെ പ്രസവ ശുശ്രൂഷയ്ക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ ഫലം ഇല്ലാതായി പോകുന്നു. എടോ, ഇതിലെങ്ങുവേ ഒരു കാര്യവുമില്ല. ഇപ്പൊ കാലം മാറി. പഴയ മുത്തശ്ശിമാരുടെ കടങ്കഥകളുടെ കാലം കഴിഞ്ഞു. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ നോക്കാൻ ഭർത്താവ് തന്നെ നിൽക്കുന്ന കാലം ഇപ്പോ. അതുകൊണ്ട് മോൻ ഇവിടെ എന്നെ നോക്കി നിക്കാന്ന് അല്ലേ? ദേ വയ്യാന്ന് ഞാൻ നോക്കത്തില്ല. ഒരു കുത്തുവെച്ചെന്നുണ്ടല്ലോ അല്ല. പിന്നെ കെട്ടുകിടക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരടുത്തുള്ളത് വലിയ സന്തോഷമാ. പക്ഷേ എനിക്ക് ആ സന്തോഷം വേണ്ട. ഊണ് കഴിച്ച് വൈകുന്നേരം തന്നെ സ്ഥലം വിട്ടോണം. താൻ എന്തൊരു ദുഷ്ടത്തോടോ ഈ പറയുന്നേ? എനിക്ക് എന്റെ മോളെ കുറച്ചു നേരം കാണണ്ടേ? പകൽ സമയത്ത് കണ്ടാ മതി. രാത്രി നേരത്തെ കാഴ്ച ചിലപ്പോ കുഴപ്പമുണ്ടാക്കും. അത് മാത്രല്ല, എന്റെ ഭർത്താവ് അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടല്ല. അപ്പോ ഒരു രക്ഷയില്ല? നോ രക്ഷ. താനും തന്റെ മോളും കൂടെ ഇവിടെ നിന്നോ. ഞാൻ എന്റെ അമ്മുക്കുട്ടിയും കളിപ്പിച്ച് അവിടെങ്ങാണ് ഇരുന്നോളാം. അമ്മുക്കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. അവളെ ഒന്ന് കൊണ്ടുവരൂ സച്ചേട്ടാ. അമ്മുക്കുട്ടി ഇപ്പൊ ഏത് സമയവും ആതിരയുടെ തന്നെയാ. ആതിരയാണെങ്കിൽ അവളെ താഴെ വെക്കുന്ന പോലും ഇല്ല. എത്രയായാലും ആതിര പ്രസവിച്ച കുഞ്ഞല്ലേ അവള്. എന്തുപറ്റി? ഫ്യൂസ് അടിച്ചു പോയതുപോലെ മുഖത്ത് ലൈറ്റ് പോയല്ലോ. അല്ല സച്ചേട്ടാ, ആതിരയ്ക്ക് അവളോടുള്ള പൊസസീവ്നെസ് വല്ലാതെ കൂടുവോ? അത് പിന്നെ എന്തായാലും കാണില്ലേ. പ്രസവിച്ച അമ്മയുടെ ദുഃഖം അങ്ങനെ അളക്കാൻ പറ്റുന്നതല്ലോ. ഞാൻ എന്റെ അമ്മുക്കുട്ടിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു സച്ചേട്ടാ. എടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ വിഷമിക്കണ്ട.